ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. എന്നാൽ അവർ അതിനർഹരല്ലായിരുന്നു എന്നുള്ളത് നാം ഒന്ന് പരാമർശിച്ചു പോയ വിഷയമാണ്. ഇന്ന് ശമൂവേലിന്റെ പുത്രന്മാരുടെ പരാജയങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു തുടങ്ങുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 76-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു 76-ാമത്തെ എപ്പിസോഡിലേക്ക്. ശമൂവേലിന്റെ പുത്രന്മാരുടെ പരാജയങ്ങളിൽ ആദ്യത്തേത് 3-ാം വാക്യത്തിലാണ് നമുക്ക് 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടെ തിരുവചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: അവർ ശമൂവേലിൻ്റെ വഴിയിൽ നടന്നില്ല. ആരാണവർ? ശമൂവേലിൻ്റെ പുത്രന്മാരാ. ശമൂവേലിൻ്റെ പുത്രന്മാർ ശമൂവേലിൻ്റെ വഴിയിൽ നടന്നില്ല എന്നുള്ളത് ഒരു പരാജയമായിട്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരാക്കപ്പെട്ടിട്ടുള്ള ആ പ്രത്യേകമായ ശുശ്രൂഷയുടെ സ്ഥാനം അവർ അതിന് അർഹരല്ല എന്ന തരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ശമൂവേൽ അവരെ ആ രീതിയിൽ ന്യായാധിപന്മാരാക്കിയപ്പോൾ അത് ദൈവം ആഗ്രഹിച്ചതല്ല എന്ന് വേണം നമുക്ക് ന്യായമായിട്ടും മനസ്സിലാക്കുവാൻ. ഈ പുത്രന്മാരുടെ ജീവിതത്തിൻ്റെ ശൈലി ശുശ്രൂഷാ ജീവിതത്തിന് ഒട്ടും യോജ്യമായതായിരുന്നില്ല. തന്നെയുമല്ല, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവരെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുക. അതിൽ ആദ്യത്തെ വിഷയമാണ് അവർ ശമൂവേലിൻ്റെ വഴിയിൽ നടന്നില്ല എന്നുള്ളത്. ശമൂവേലിൻ്റെ വഴിയുടെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹം നടന്ന വഴി ഏതായിരുന്നുവെന്ന് 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നു: ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രയേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ ശമൂവേലിൻ്റെ വഴി ഏതാണ്? അതിനെ ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാനായിട്ട് കഴിയും: അത് വിശ്വസ്തതയുടെ വഴിയായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഏറ്റവും വിലമതിക്കുന്ന ഒരു വിഷയമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ മുഖമുദ്രയായി കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതും വിശ്വസ്തതയാണ്. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ: സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്കു പറഞ്ഞാൽ മാറാത്തവനായ ദൈവം, ഊവെന്ന് പറഞ്ഞാൽ ഊവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും മാത്രമുള്ള ദൈവം. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും യുഗങ്ങളേറെ കഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരികയില്ല. അവിടുന്ന് അതിവിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരുടെയും ദൈവമക്കളുടെയും ജീവിതത്തിൽ വളരെ മുഖമുദ്രയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമായി നമുക്കിതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം വിശ്വസ്തരായി തുടരേണ്ടെന്ന ആവശ്യമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ആത്മാവിൻ്റെ ഫലത്തിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അത് വിശ്വസ്തതയാണ്. 22-ാം വാക്യം ആരംഭിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന് പറയുകയാണ്. അതിൽ വിശ്വസ്തത നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും വളരെ വ്യക്തമായി ചോദിക്കട്ടെ: അങ്ങയുടെ ജീവിതത്തിൽ വിശ്വസ്തത കർത്താവിന് ശരിയായിട്ട് കണ്ടെത്തുവാൻ കഴിയുമോ? വചനം
പ്രമാണിക്കുന്ന കാര്യത്തിൽ അങ്ങ് വിശ്വസ്തനാണോ? ദൈവത്തിനായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അങ്ങ് വിശ്വസ്തനാണോ? കൂട്ടു സഹോദരന്മാരോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് വിശ്വസ്തനാണോ? അങ്ങയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സഹവിശ്വാസികളോട്, ചുറ്റുപാടുമുള്ളവരോട് ഏത് ചെറിയ വിഷയത്തിലും വിശ്വസ്തരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ശമൂവേലിൻ്റെ പുത്രന്മാർ അങ്ങനെയല്ലായിരുന്നു. ശമൂവേലിനെ സംബന്ധിച്ച് അവൻ വിശ്വസ്തനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വഴി വിശ്വസ്തയുടെ വഴിയായിരുന്നുവെന്നും പറയുമ്പോൾ നാം ചിന്തിച്ച വാക്യത്തിലേക്കൊന്ന് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുക. 3-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 20-ാം വാക്യത്തിൽ, ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു എന്ന് വായിക്കുകയാണ്. ഒരു വലിയ കൂട്ടം ആളുകൾ, അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പ്രവാചകൻ, ഈ മനുഷ്യൻ, ഈ ശമൂവേൽ എന്ന ദൈവത്തിൻ്റെ ഭൃത്യനുണ്ടല്ലോ, അദ്ദേഹം വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ ദാസന, ദൈവത്തിൻ്റെ വിശ്വസ്തന, യഹോവയുടെ വിശ്വസ്ത പ്രവാചകന. അതെത്ര പ്രാധാന്യമുള്ള വിഷയമാണ്. മനുഷ്യരുടെ മുൻപിൽ വിശ്വസ്തത കാണിക്കുവാൻ ഒരുപക്ഷെ പുറമെയുള്ള കാര്യങ്ങൾ മതിയാകും. എന്നാൽ ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തത പ്രകടിപ്പിക്കുവാൻ അകവും പുറവും ഒരുപോലെ ശരിയായിട്ട് തീരണം. അങ്ങയുടെ ജീവിതത്തിൻ്റെ അകത്തളം ശരിയാണോ? അങ്ങയുടെ ഹൃദയത്തിനകം ശരിയായ വിശ്വസ്തതയുണ്ടോ? ദൈവവചനം പാലിക്കുന്ന കാര്യത്തിൽ, അതനുസരിക്കുന്ന വിഷയത്തിൽ, അതിനെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ സൗകര്യപ്രധാനമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അത് ദൈവം വിശ്വസ്തതയായിട്ട് കാണുകയില്ല. എന്നാൽ കർത്താവിനോട് വിശ്വസ്തരായി തീരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവർക്കാണ് ദൈവ ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യതയുള്ളത്. ദൈവ മുൻപാകെ വിശ്വസ്തനല്ലാത്ത, മനുഷ്യരുടെ മുൻപാകെ ദൈവത്തിൻ്റെ ക്രമത്തിൽ നിൽക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ശരിയായ നിലയിൽ ചെയ്യാനായിട്ട് കഴിയും? എന്നാൽ ഇവിടെ ഇതാ ശമൂവേലിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി രേഖപ്പെടുത്തുമ്പോൾ, മറുഭാഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ച് അവർ ആ വിശ്വസ്തയുടെ വഴിയിൽ നടന്നില്ല എന്ന് ദൈവവചനം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിപ്പാൻ ഈ സമയം വിനിയോഗിക്കാം. അതിനായിട്ട് കർത്താവ് കൃപ തരട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.